പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ അഥവാ പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഒരു ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കേൾക്കാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഅഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. പ്രാർത്ഥനയുടെ അർത്ഥം കേൾക്കാം. അല്ലാഹുവേ, നീയാണ് എൻ്റെ നാഥൻ, നീയല്ലാതെ ഇലാഹില്ല. എന്നെ സൃഷ്ടിച്ചത് നീയാണ്. ഞാനാകട്ടെ നിന്റെ അടിമയും. എനിക്ക് കഴിയുന്നത്ര നിന്നോടുള്ള കരാറും വാഗ്ദാനവും അനുസരിച്ച് ഞാൻ ജീവിക്കുന്നു. ഞാൻ ചെയ്തു പോയ ചീത്ത കാര്യങ്ങളിൽ നിന്ന് നിന്നിൽ ഞാൻ ശരണം തേടുന്നു. നീ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ ഞാൻ തിരിച്ചറിയുന്നു. എന്റെ പാപങ്ങൾ നിന്നോട് ഞാൻ ഏറ്റുപറയുന്നു. എനിക്ക് നീ പുറത്തു തരണമേ. നീയല്ലാതെ പൊറുക്കുന്നവനില്ല. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രാർത്ഥനയുടെ അഥവാ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ശ്രേഷ്ഠതയും മഹത്വവും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഹദീസുകളിൽ ഇങ്ങനെ കാണാം. ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പാപമോചന പ്രാർത്ഥനയിലെ മുഖ്യമായതാണ് ഈ പ്രാർത്ഥന എന്ന്. ദൃഢവിശ്വാസത്തോടെ പകലിൽ ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുകയും വൈകുന്നേരത്തിന് മുമ്പായി അയാൾ മരണപ്പെടുകയും ചെയ്താൽ അയാൾ സ്വർഗാവകാശികളിൽപ്പെട്ടവനാണ് എന്ന്. ദൃഢവിശ്വാസത്തോടെ രാത്രിയിൽ ഒരാൾ പ്രാർത്ഥിക്കുകയും പുലരുന്നതിന് മുമ്പേ അയാൾ മരണപ്പെടുകയും ചെയ്താൽ അയാൾ സ്വർഗാവകാശികളിൽപ്പെട്ടവനാണ് എന്ന്. അതുപോലെ പാപമോചനവും കാരുണ്യവും ലഭിക്കുന്ന നിരവധി പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥനകളെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. നമുക്കറിയാം, ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട പ്രാർത്ഥന എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നാണ്. ഇതൊരു തൗബ ചെയ്ത് മടങ്ങുവാൻ പറ്റിയ നല്ലൊരു പ്രാർത്ഥനയാണ്. അർത്ഥം ഇങ്ങനെയാണ്: അല്ലാഹുവേ, നീ ഏറെ മാപ്പ് നൽകുന്നവനാണ്. മാപ്പ് നൽകുന്നത് നീ ഇഷ്ടപ്പെടുന്നു. അതിനാൽ എനിക്ക് നീ മാപ്പ് നൽകണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.